ഇടുക്കി മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി റോഡിന്റെ ദുരിതം കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുഴിയടയ്ക്കൽ സമരവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരം നടന്നത്. സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ടൗണിൽ നിന്നും ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഈ റോഡിലൂടെയാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെയും രോഗികളുടെയും എല്ലാം യാത്ര. ഈ യാത്രാ ദുരിതം കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യമുന്നയിച്ച് വേറിട്ട സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. മൂന്നാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C. നെൽസന്റെ നേതൃത്വത്തിലായിരുന്നു റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്തടച്ചുള്ള പ്രതിഷേധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. 6 മാസമായിട്ട് இதுக்கு ബ്ലോക്ക് പഞ്ചായത്തിൽ ഫണ്ട് വെച്ച് അത് നടത്തக்கூடாது എന്ന് ചൊല്ലിക്കൊണ്ട് இந்த ബ്ലോക്ക് പഞ്ചായത്ത് இந்த ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണത്തിനാല എங்களுக்கு വേറെ വഴി தெரியல. പോരാട്ടം ഇല്ല, ഒരു നന്മ ചെയ്തിട്ടാൻ വേണ്ടി இந்த சேவையை செய்கிறோம். വിനോദസഞ്ചാരികളും നാട്ടുകാരുമെല്ലാം ഒരുപോലെ ആശ്രയിക്കുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുൻപും സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. തകർന്നു കിടക്കുന്ന റോഡുടൻ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി G. മുനിയാണ്ടി, INTUC റീജിയണൽ പ്രസിഡന്റ് D. കുമാർ, INTUC മണ്ഡലം പ്രസിഡന്റ് മാർഷ് പീറ്റർ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.